ഞാൻ ആകെ എൻ്റെ മനസ്സിൽ തോന്നിയത് നമ്മൾ കടൽക്കരയിൽ പോയി നിൽക്കുകയാണ്, തിരമാലകൾ വന്നിങ്ങനെ അടിക്കുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ ഊർന്നു പോലെ ആ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം ഒരു ജോലി വളരെ ആവശ്യമായിരുന്നു ആ സമയത്ത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ നമ്മളുടെ മണ്ണിൻ്റെ കപ്പിൽ അവിടെ നല്ല ഏലക്കായിട്ട ചായ ഉണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു കുടിച്ചപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. അയാൾ വന്നിട്ട് അയാളുടെ കോട്ട് അഴിച്ചിട്ട് എനിക്ക് ഇട്ട് തരും. ഞാനത് ഭയങ്കര ഒരു ഫീലിംഗാണ് ഇപ്പോഴും. 40 കൊല്ലം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ആ മനസ്സിൽ, അന്ന് നമുക്കറിയില്ല എന്താണ് എംപതി എന്ന്, പക്ഷെ അത് ആക്ച്വൽ എംപതി ആയിരുന്നു. ഇപ്പോഴും അയാളെ എനിക്ക് ഓർമ്മയുണ്ട്, കേണൽ സഞ്ജീവ് പറാഷർ, നല്ലൊരു ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. ആ സമയത്താണ് എനിക്ക് ഒരു കമാൻഡോ ട്രെയിനിങ്ങിൽ ഒരു വലിയൊരു ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ ഫസ്റ്റ് റിബ് പോയി, എൻ്റെ 2 നെർവ് കണ്ടക്ടേഴ്സ് പോയി. ഇത് തുറന്ന് മുഴുവൻ വായിച്ചപ്പോഴാണ് അത് അത്ര ഒരു പ്ലസൻറ്റ് സർപ്രൈസ് ആയിരുന്നില്ല. കാരണം അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം, ബാക്കി കുറേ കാര്യങ്ങൾ അതിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്, വളരെ മോശം പെർഫോമൻസാണ്. നമ്മളെ കോഴ്സ് കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്കന്ന് സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ വേറെ ആൾ ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി നേരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നു. ആദ്യമായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം അത്രയും ദൂരെയാണ് നാട്ടിക ശ്രീനാരായണ കോളേജിൽ. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞൊരു അപ്ലിക്കേഷൻ എഴുതി ഇട്ടോളാം പറഞ്ഞു. ഞാനൊരു അപ്ലിക്കേഷൻ ഇട്ട് കൊടുത്തു. അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് വന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടുള്ളത് തന്നെ 5 ദിവസം ലേറ്റായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇൻഫർമേഷൻ. അപ്പോൾ ഞാൻ ഓൾറെഡി ലേറ്റായി അവിടെ ജോയിൻ ചെയ്യാൻ. യാത്ര ചെയ്യണമെങ്കിൽ തന്നെ 4 ദിവസം ഇവിടെ നിന്ന് എടുക്കും, ഡൽഹിയും പിന്നെ ഡെഹ്റാഡൂൺ എത്തണമെങ്കിൽ. അയാൾക്ക് അതൊന്നും കേൾക്കണ്ട. ഞാൻ ആകെ എൻ്റെ മനസ്സിൽ തോന്നിയത് നമ്മൾ കടൽക്കരയിൽ പോയി നിൽക്കുകയാണ്, തിരമാലകൾ വന്നിങ്ങനെ അടിക്കുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ ഊർന്നു പോലെ ആ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം ഒരു ജോലി വളരെ ആവശ്യമായിരുന്നു ആ സമയത്ത്. ഞാൻ പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ ഓടി രജിസ്ട്രാർ ഓഫീസിൽ കയറി. അപ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി പിന്നീന്ന് വന്ന് എന്നെ പിടിച്ചു. പക്ഷെ ഞാൻ ഉറക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞത് ഇയാൾ കേട്ടു, നമ്മുടെ രജിസ്ട്രാർ. അപ്പോൾ രജിസ്ട്രാർ കൈ പൊക്കിയപ്പോൾ ഇയാൾ വിട്ടിട്ട് അകത്ത് കയറി. അപ്പോൾ ഞാൻ ഈ ഓഫർ ലെറ്റർ എടുത്ത് കാണിച്ചു കൊടുത്തു. സാറേ, ഇതെൻ്റെ ജീവിതത്തിൻ്റെയും ഇതിൻ്റെ പ്രശ്നമാണിത്. അപ്പോൾ എനിക്കിത് എങ്ങനെയെങ്കിലും ഇത് കിട്ടിയപ്പോൾ വെരി സർപ്രൈസിംഗ്ലി അയാൾ ആ ഇൻ്റർകോമിൽ, തിരിക്കുന്ന ഇൻ്റർകോമാണ്, അത് വിളിച്ചിട്ട് അയാളെ സെക്രട്ടറിനെ വിളിക്കും, ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും, ഇങ്ങനെ ഇത് ഇടാൻ പറയും. അങ്ങനെയാണ് എനിക്ക് 15 മിനിറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് നിന്ന് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അത് ഇപ്പോഴും ആലോചിച്ചാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ കൊല്ലത്ത് പോകുന്നു ബ്രദറിൻ്റെ അടുത്ത്. ബ്രദർ വന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് അന്ന് രാത്രി എത്തിയത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ സ്കൂട്ടർ എടുത്തിട്ട് നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റിസർവ് ചെയ്യണം. അപ്പോൾ പോണ സമയത്ത് ജ്യേഷ്ഠത്തിയമ്മ ചോദിച്ചു പൈസ ഉണ്ടോ? അപ്പോൾ ബ്രദർ പറഞ്ഞു 500 രൂപ എൻ്റെ അടുത്തുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബ്രദർ സ്കൂട്ടർ എടുത്തപ്പോൾ ഞാൻ നമ്മൾ ഗേറ്റ് അടയ്ക്കുകയാണ്. ആ സമയത്ത് സിസ്റ്ററിലോ വന്നിട്ട് പറയും ഈ 500 രൂപയും കൂടെ വെച്ചേ സാർ, ഒരു ആവശ്യത്തിന് പോവല്ലേ എന്ന്. അപ്പോൾ അതും കൂടെ വയ്ക്കും. ഞങ്ങളവിടെ കൊല്ലത്തെത്തി കരുനാഗപ്പള്ളിയിൽ നിന്ന്. അവിടെ ലൈനിൽ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു എല്ലാം ഫുള്ളാണ്, ബുക്ക്ഡാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തിങ്ങനെ നടക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാളിങ്ങനെ കൈ കാട്ടി വിളിക്കുകയാണ് നമ്മൾ റിസർവേഷൻ ക്ലർക്ക്. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്, എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അത് സെക്കൻഡ് AC സ്ലീപ്പർ ടിക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 686 രൂപ ഇരുന്നത്. അപ്പോൾ അന്ന് 500 രൂപ ചേട്ടൻ തന്നില്ലായിരുന്നെങ്കിൽ അത് എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ടിക്കറ്റ് എടുത്തു. തിരിച്ച് തൃപ്രയാർ വന്നു. ജ്യേഷ്ഠനെയും കൂടെ കൊണ്ടുവന്നു. ജ്യേഷ്ഠനാണ് പിന്നെ ഉമ്മാനെ സമാധാനിപ്പിക്കുന്നത്. നിസാറ് ഒരു കിണറ്റിലെ തവളയല്ല ഉമ്മ, അവനിവിടെ നാട്ടിൽ തൃപ്രയാറും പലപ്പാടും നാട്ടികയിൽ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ അവനൊരു എക്സ്പോഷർ ആവട്ടെ, അവൻ പോട്ടെ എന്നുള്ള കളിക്കുക. അപ്പോൾ ഉമ്മ കരഞ്ഞുകൊണ്ട് അവസാനം സമ്മതിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ തൃശ്ശൂർ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്നും ഡെഹ്റാഡൂണിലേക്കും യാത്ര തിരിക്കുന്നത്. അപ്പോൾ അന്ന് ജാനുവരി മാസമാണ്. ജാനുവരി മാസം നിങ്ങൾക്ക് അറിയാലോ, ഡൽഹിയിൽ ഭയങ്കര തണുപ്പാണ്. നമ്മൾ കേരളക്കാർ വിൻ്റർ കണ്ടിട്ടില്ല. നമുക്ക് ആകെ ഉള്ളത് ഒരു സമ്മറും ഒരു മൺസൂണുമാണ്. അങ്ങനെ
അവിടെ എത്തിയപ്പോൾ ഭയങ്കര തണുപ്പ്. അപ്പോൾ അവർ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ പേഴ്സണൽ വുളൻ, പക്ഷെ അത് മനസ്സിലായില്ല നമുക്ക് എന്താണെന്ന് പേഴ്സണൽ വുളൻ. അപ്പോൾ ഒരു ഫ്ലാൻലെറ്റ് ജാക്കറ്റ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അവിടെ നിന്ന് ഡൂഡ് എക്സ്പ്രസ്സിൽ ഡൽഹിയിൽ നിന്ന് കയറി. രാത്രി 2 മണിയായപ്പോൾ തണുപ്പ് സഹിക്കാനും പറ്റില്ല. ആൾക്കാർ കമ്പിളിയും രസായും ഒക്കെ ഇട്ടിട്ടാണ് കിടന്നുറങ്ങണത്. പിന്നെ ഞാൻ എണിച്ച് നടക്കാൻ തുടങ്ങി കുറച്ച് നേരം. ഒരു 5:30 മണിക്ക് നമ്മൾ ഡെഹ്റാഡൂൺ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ നമ്മളുടെ മണ്ണിൻ്റെ കപ്പിൽ അവിടെ നല്ല ഏലക്കായിട്ട ചായ ഉണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു കുടിച്ചപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഇറങ്ങി അവിടെ റിസപ്ഷൻ സെൻറ്റർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ 10 ദിവസം ലേറ്റായി. അപ്പോൾ അവരതൊക്കെ ക്ലോസ് ചെയ്ത് പോയി. അപ്പോൾ അവിടെ MCO എന്ന് പറയുന്ന മൂവ്മെൻറ്റ് കൺട്രോളർ ഓഫീസർ ഉണ്ട് ആർമിയുടെ. അയാളുടെ അടുത്ത് പോയി ചോദിച്ചാൽ പറഞ്ഞു അത് കഴിഞ്ഞു എല്ലാം, അവരത് പാക്ക് ചെയ്ത് പോയി, അവിടെ ഓൾറെഡി ട്രെയിനിങ് തുടങ്ങി എന്ന് പറയും. അത് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓൾറെഡി തൃപ്രയാറിന്ന് ഡെഹ്റാഡൂണിലെത്തി, ഇനിയിപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യുക? അങ്ങനെ ഞാൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ കാർ പാർക്കിൽ ഒരു IMAയുടെ ഒരു ട്രക്ക് വരുന്നു, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. അപ്പോൾ ഞാൻ ഡ്രൈവറെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് അപ്പോൾ അയാൾ പറഞ്ഞു ബൈറ്റ് ജാവെന്ന് പറഞ്ഞു. പിന്നെ അതിൽ കയറി ട്രങ്കൊക്കെ ആയിട്ട് രാവിലെ ഒരു 7:30 മണിയായപ്പോൾ IMAയിലെത്തി. ഭയങ്കര തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. അപ്പോൾ ഈ ഫ്ലാൻലെറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോഴാണ് അപ്പുറത്തുനിന്ന് ഒരു വളരെ ടോളായിട്ടുള്ള ഒരു കാഡറ്റ് വരുന്നത്. അയാൾ വന്നിട്ട് അയാളുടെ കോട്ട് അഴിച്ചിട്ട് എനിക്ക് ഇട്ട് തരും. ഞാനത് ഭയങ്കര ഒരു ഫീലിംഗാണ് ഇപ്പോഴും. 40 കൊല്ലം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ആ മനസ്സിൽ, അന്ന് നമുക്കറിയില്ല എന്താണ് എംപതി എന്ന്, പക്ഷെ അത് ആക്ച്വൽ എംപതി ആയിരുന്നു. ഇപ്പോഴും അയാൾ എനിക്ക് ഓർമ്മയുണ്ട്, കേണൽ സഞ്ജീവ് പറാഷർ, നല്ലൊരു ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി ലേറ്റായി, 7 ദിവസം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രെയിനിങ്ങിന് എടുക്കാൻ പറ്റില്ല, കാരണം സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ പ്ലറ്റൂൺ കമാൻഡർ, കമ്പനി കമാൻഡർ, ബറ്റാലിയൻ കമാൻഡർ, അവസാനം കമാൻഡറിൻ്റെ അടുത്ത് വരെ ആപ്ലിക്കേഷൻ പോയി. ഭാഗ്യത്തിന് ഞാൻ ആ വന്ന IGS ലെറ്ററിൻ്റെ കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കവറിൽ നമ്മളെ അവിടെ വന്നിട്ടുള്ള ഡേറ്റ് അവർ ഉണ്ടാവുമല്ലോ, ആ സീലിലുണ്ടാവും. അപ്പോൾ അത് ഞാൻ കാണിച്ചു കൊടുത്തു. എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ അന്ന് തന്നെ അവിടെ നിന്ന് എൻ്റെ അടുത്ത് ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു തെറ്റുമില്ല എന്നുള്ളത്. അങ്ങനെ കമാൻഡൻ്റ് ഒരു സ്പെഷ്യൽ സാങ്ഷനിലാണ് എന്നെ അലൗ ചെയ്ത് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ അയാൾ പറഞ്ഞ് 2 ആഴ്ചത്തെ സമയം തരും, ഈ 2 ആഴ്ചക്കകത്ത് നിങ്ങൾ ഈ എല്ലാ ടെസ്റ്റുകളും PT, ഡ്രില്ല്, ഫയറിങ് എല്ലാ ടെസ്റ്റും പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് ടെർമിനേറ്റ് ചെയ്ത് വീട്ടിലേക്ക് വിടും. പക്ഷെ അതിനുശേഷം നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സും നമ്മളുടെ സീനിയേഴ്സും കൂടി പകലില്ലാതെ എന്നെ ട്രെയിനിങ് ചെയ്തു. ആ 2 ആഴ്ച കൊണ്ട് 6 കിലോയാണ് എൻ്റെ കുറഞ്ഞത്. പക്ഷേ അൽഹംദുലില്ലാഹ് കുറച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ട്രെയിനിങ് തീർക്കാൻ പറ്റി. അങ്ങനെ 1.5 കൊല്ലത്തെ കഠിനമായ തീവ്രമായ ട്രെയിനിങ്ങിന് ശേഷം ഞങ്ങൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് പാസ് ഔട്ടായിട്ട് ഞങ്ങൾ 4 കുമാവ് റെജിമെൻറ്റിലേക്കാണ് പോസ്റ്റഡ് ആവുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ തൃപ്രയാറിൽ നിന്ന് ഡെഹ്റാഡൂണിലേക്കുള്ള ഒരു യാത്ര. അത് കഴിഞ്ഞിട്ട് പിന്നെ ആർമിയിലത്തെ ഒരു ജീവിതമായിരുന്നു. കാരണം ആർമി എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഓർഗനൈസേഷനാണ്. കാരണം അത്രയും വർഷം പഴക്കമുള്ള ആർമിയാണ്. ഞങ്ങളുടെ ബറ്റാലിയൻ എന്ന് പറഞ്ഞ് അന്ന് തന്നെ കഷ്ടി 200ഓളം കൊല്ലം പഴക്കമുണ്ട്. 1788 റേസ് ചെയ്ത ബറ്റാലിയനാണ്. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. കുറേ കസ്റ്റംസ്, കുറേ ട്രഡീഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയിൽ ടു മാനേജ് തിങ്സ് ഇറ്റ് ബിക്കംസ് വെരി വെരി ഡിമാൻഡിങ്. പക്ഷേ നമ്മളൊരു 6 മാസത്തെ സമയം കൊണ്ട് ആ ബറ്റാലിയനിൽ സെറ്റിൽ ഡൗൺ ആവാൻ പറ്റി. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നുകൊണ്ട് ഐ വാസ് ദ അത്ലറ്റിക്സ് ടീം ക്യാപ്റ്റൻ, ഐ വാസ് ദ വോളിബോൾ ക്യാപ്റ്റൻ ആൻഡ് ദ സ്വിമ്മിങ് ക്യാപ്റ്റൻ. അപ്പോൾ നമുക്ക് നമ്മളുടെ ട്രൂപ്സ് മെന്നായിട്ട് നല്ലൊരു അടുപ്പായി. കാരണം അവരെ കൂടെ രാവിലെ പ്രാക്ടീസ് ചെയ്യും, വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യും, അവരെ കൂടെ ഭക്ഷണം കഴിക്കും, അവരെ കൂടെ കളിക്കും, അവരെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് അവർ തമ്മിലുള്ള ബോണ്ടിങ് വല്ലാത്തൊരു ബോണ്ടിങ് ആയിരുന്നു, ഭയങ്കര അടുപ്പായിരുന്നു. ഹിന്ദി വളരെ കുറച്ച് അന്ന് അറിയുള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നിട്ടും. കാരണം അവർ സംസാരിക്കുന്ന കുമാവണി ഭാഷയാണ്. അങ്ങനെ 4 കുമാവിൽ ഞാൻ ഒരു 6 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. ആദ്യം റാണിക്കിയത്ത് കുമാവ് ഹിൽസിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ജമ്മുവിൽ പോയി.
അപ്പോൾ അതൊരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് ജേണിയാണ് ജമ്മുവിൽ പോകുന്നത്. നമ്മൾ എല്ലാ ബറ്റാലിയൻ 868 പേരും ഒരു സ്പെഷ്യൽ ട്രെയിനിലാണ് നമ്മൾ യാത്രയാവുന്നത് ജമ്മുവിലേക്ക്. പക്ഷേ ജമ്മുവിലൊരു 4 കൊല്ലം കൂടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഒരു കമാൻഡോ ട്രെയിനിങ്ങിൽ ഒരു വലിയൊരു ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് പോയി, എൻ്റെ 2 നെർവ് കണ്ടക്ടേഴ്സ് പോയി, T1 T2 ഗാംഗ്ലിയൻസ്. അങ്ങനെ ഒരു 6 മാസം ഞാൻ പൂനെ കമാൻഡോ ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ മെഡിക്കലി അവർ ഡൗൺഗ്രേഡ് ചെയ്തു. മെഡിക്കലി ഡൗൺഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻഫൻട്രിയിൽ തുടരാൻ പറ്റില്ല. പിന്നെ നമ്മൾ ലോജിസ്റ്റിക്സിലേക്ക് മാറണം. അപ്പോൾ 6 കൊല്ലത്തിന് ശേഷം നമ്മളുടെ ബറ്റാലിയൻ വിട്ടിട്ട് വേറൊരു ജീവിതം തുടങ്ങാമെന്ന് പറഞ്ഞാലൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. അങ്ങനെ എന്നെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ്, ആർമി സർവീസ് കോർ ലോജിസ്റ്റിക്സിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ ഓർഗനൈസേഷനിൽ പോകുമ്പോൾ അവിടെ എഗെയിൻ നമ്മൾ രണ്ടാമത് എല്ലാം സെറ്റിൽ ഡൗൺ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് വരുമ്പോഴാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രയാസം. വളരെ ചെറിയ താഴെയുള്ള ജൂനിയർ ഓഫീസേഴ്സിൻ്റെ കൂടെ നമ്മൾ യങ് ഓഫീസേഴ്സ് കോഴ്സ് ചെയ്തു. അവരെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടി. പക്ഷേ എന്നാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത്യാവശ്യം എല്ലാ ട്രെയിനിങ്ങും നല്ല രീതിയിൽ ചെയ്യാനും ഒരു ആൽഫ ഗ്രേഡിങ് കിട്ടാനും ഇൻസ്ട്രക്ടർ ഗ്രേഡിങ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ ഇൻസ്ട്രക്ടറായിട്ട് വരാനും പിന്നീട് ഉള്ള ആൽഫ, ബ്രാവോ, ചാളി, അതേപോലെ തന്നെ നമ്മളുടെ കേണൽ ഇൻസ്ട്രക്ടറായിട്ടും വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞാൻ ബറ്റാലിയൻ കമാൻഡ് ചെയ്തത് നാഗാലാൻഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ നാഗാലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണത്. റോഡ് കമ്മ്യൂണിക്കേഷൻ കുറവാണ്. അതേപോലെ തന്നെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ കാടുകളുള്ള പ്രദേശമാണ്, മുളം കാടുകളും അങ്ങനത്തെ കാടുകളുള്ള സ്ഥലമാണ്. പിന്നെ നാഗമാരുടെ വല്ലാത്ത ബുദ്ധിമുട്ടും അവിടെയുണ്ട്. അപ്പോൾ വളരെ ഒരു എന്താ പറയേണ്ടത്, വെരി ഡിഫിക്കൾട്ട് ആൻഡ് ചാലഞ്ചിങ് ടെന്യൂറായിരുന്നു അത്. പക്ഷേ നമ്മുടെ കീഴിലുണ്ടായിരുന്ന എല്ലാ ഓഫീസേഴ്സും JCOസും മെന്നും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് 3 കൊല്ലത്തെ കമാൻഡ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ 1-2 കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയത്, പട്ടാളം വളരെ സ്ട്രിക്റ്റാണ്, പ്രൊസീജിയേഴ്സും റൂൾസും ഡിസിപ്ലിനും. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റിയ ഒന്ന്, ഒരു ജവാൻ നമ്മുടെ ഓഫീസിലേക്ക് വരുമ്പോൾ ഐ യൂസ് ടു മേക്ക് ഹിം സിറ്റ് ഡൗൺ. സാധാരണ അത് ചെയ്യില്ല, ഒഫീഷ്യലായിട്ട് അവരെ നിർത്തിയിട്ടാണ് സംസാരിക്കുക. പിന്നെ രണ്ടാമത്, പുതിയ ജവാന്മാർ നമ്മൾ ബറ്റാലിയൻ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഒരു സ്വീകരിക്കുക, വെൽക്കം പാർട്ടി ഉണ്ടാവും. അതേമാതിരി അവർ പോസ്റ്റിംഗ് പോകുമ്പോൾ നമ്മൾ അവരൊരു ഡൈനിങ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇത് ചെയ്തപ്പോൾ അവർക്ക് തന്നെ ഒരു മനസ്സിലൊരു ഭയങ്കര ഒരു പ്രത്യേകത തോന്നി, ഇമ്പോർട്ടൻസ് തോന്നി ബറ്റാലിയനോട്. അപ്പോൾ അതെനിക്ക് വലിയ ഉപകാരമായി. കാരണം ഇവരെല്ലാവരും അവരെ ഹാർട്ടിൽ നിന്നാണ് പിന്നെ പണിയെടുത്തിരുന്നത്. പിന്നെ നമ്മൾ സൈനിക് സമ്മേളൻ മന്ത്ലി ഇവരായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാവും, അവരുടെ പ്രോബ്ലംസ് അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ബ്രേക്ക്ഫാസ്റ്റ്, ഓരോ കമ്പനിയുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ അന്ന് രാത്രി നമുക്കൊരു ബടാക്കാന ഒരു ഫംഗ്ഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവർക്ക് വേണ്ടി നമ്മളൊരു മെസ്സ് ഉണ്ടാക്കി ജവാന്മാർ. സാധാരണ ഓഫീസേഴ്സിനും JCOസിനും ഒക്കെ മെസ്സുള്ളൂ. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ അവർക്ക് തന്നെ ഒരു നല്ലൊരു ഫീലിംഗ് ആയി, ഞങ്ങളും ബറ്റാലിയൻ്റെ ഭാഗമാണെന്നുള്ളത്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ആ കമാൻഡ് വളരെ എളുപ്പമായി എന്നുള്ളതാണ്. ഇതിന് പുറമേ നമ്മളിപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ലീവിന് പോകണം, അതേപോലെ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകണം, കോഴ്സിന് പോകണം, ടെമ്പററി ഡ്യൂട്ടി പോകണമെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂ പ്രൊസീജിയറുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂ പ്രൊസീജിയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ രാവിലെ ഇവരെല്ലാവരും ലൈനപ്പ് ചെയ്യും ഫസ്റ്റ് സെറിമോണിയൽ യൂണിഫോമിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ അവർ പോകുന്നത്. അപ്പോൾ ചില കേസ് എനിക്ക് മനസ്സിലായി, തലേ ദിവസമാണ് അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, വീട്ടിലൊരു പ്രോബ്ലം ഉണ്ട്, സുഖമില്ല, ആരോ മരിച്ചു. അവർ പിന്നെ ആ ഒരു ദിവസം മുഴുവൻ രാത്രി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിത് മാറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ നമ്മുടെ താഴെയുള്ള JCOs ഓഫീസേഴ്സും പറഞ്ഞു, ഇത് നമ്മുടെ ദസ്തൂറാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞു, അല്ല, ആ പ്രോബ്ലം വരുമ്പോൾ അവന് നേരിട്ട് തന്നെ ഫോണിൽ സംസാരിക്കുക. അങ്ങനെ നമ്മളൊരു ടെലിഫോണിക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ആദ്യമായിട്ട് നമ്മൾ ആർമിയിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടാണ്. അത് ഭയങ്കര സക്സസ്ഫുള്ളായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ വെറുതെ രാത്രി അവിടെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇൻ്റർവ്യൂ കഴിഞ്ഞാലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു സക്സസ് സ്റ്റോറി ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പോസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒന്ന് അമൃത്സറിലായിരുന്നു. അമൃത്സറിൽ ഞാൻ റിക്രൂട്ട്മെൻറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അവിടെയും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റി. ഡിസ്ട്രിക്ട് വൈസ് റാലിക്ക് പകരം തഹസിൽ വൈസ് റാലികൾ ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ആ തിരക്കും ബഹളവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഒരു റാലിയിൽ 2 പേര്
തിക്കിത്തിരക്കിൽ മരിച്ചു വരുന്നു 2 യങ്സ്റ്റേഴ്സ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറൈസ് ചെയ്തുകൊണ്ട് ഈ എൻറോൾമെൻറ്റും അതേമാതിരി സെലക്ഷനും കുറച്ചും കൂടെ എളുപ്പമായി. അപ്പോൾ ഇപ്പോൾ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ ആർക്കും പൈസ കൊടുക്കാതെ നമുക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് ഇപ്പോൾ. കാരണം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഇപ്പോൾ. അപ്പോൾ അതും ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവസാനമായിട്ട് ഞാൻ ഉണ്ടായിരുന്നത് ജബൽപൂർ മധ്യപ്രദേശിലാണ്, ഡിഫൻസ് സെക്യൂരിറ്റി കോറിൻ്റെ ഡയറക്ടറായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ഈ സെക്യൂരിറ്റി മാറ്റേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ട്രെയിനറായിട്ടും ഇൻസ്ട്രക്ടറായിട്ടും ഞാൻ AC സെൻട്രൽ കോളേജ് ബാംഗ്ലൂരിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം 2016 ഞാൻ റിട്ടയർ ചെയ്തു. ഐ വോണ്ട് ടു ഫിനിഷ് ഇറ്റ് വിത്ത് എ സ്മോൾ മോട്ടിവേഷണൽ സോങ്, ഹം ഹോംഗെ കാമയാബ്. हम होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब एक दिन. ओहो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome someday. जय हिंद.